തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. നിർണായക കൗൺസിൽ യോഗം 2 മണിക്ക് ചേരും. അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDF. വ്യക്തത വരുത്താതെ UDF-ഉം നേരിടാനുറച്ച BJP-യും രംഗത്തുണ്ട്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ് കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള നിർണായക യോഗം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് VV രാജേഷും കൂട്ടരും. സ്വപ്ന 2 മണിക്കാണ് കൗൺസിൽ യോഗം ചേരുന്നത്. ഏറ്റവും നിർണായകമായ കൗൺസിൽ യോഗമാണ് തലസ്ഥാന കോർപ്പറേഷനിൽ നിന്ന് അരങ്ങേറുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ R. സുഗതൻ, വാഴോട്ടോടം കൗൺസിലായിരിക്കുന്ന കാപ്പ കേസ് ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട R. സുഗതൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ല. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കായിരിക്കും ഇന്ന് പ്രധാനമായും നഗരസഭ സാക്ഷ്യം വഹിക്കുക. കാരണം ഇത്രയും നാൾ റിലേ സത്യാഗ്രഹം നടത്തിയിരുന്നത് LDF ആയിരുന്നു. അപ്പോൾ UDF സമരത്തിലുണ്ടായിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ അവരൊരു സത്യാഗ്രഹവുമായി കടുപ്പിച്ച് LDF-നൊപ്പം തന്നെ കടുപ്പിച്ച് UDF സമരത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് UDF ഈ സമരം നടത്തുന്നതിനേക്കാൾ കുറെ കൂടി എളുപ്പം അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതാണ്. അതിനപ്പുറത്തേക്ക് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ അതിന്മേൽ ചർച്ച നടക്കും. ആ ചർച്ചകളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കാമെന്നൊരു നിലപാട് UDF എടുത്തിരുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായൊരു നീക്കം കൂടി UDF ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ UDF ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ LDF അതിനെ പിന്തുണയ്ക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. രാഷ്ട്രീയമായി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ LDF UDF-ഉം കൈകോർത്ത് അവിശ്വാസ പ്രമേയത്തെ നേരിടുകയാണെങ്കിൽ BJP അത് രാഷ്ട്രീയ നേട്ടത്തിനായി വിനിയോഗിക്കുമെന്ന് ഉറപ്പാണ്. അത് വലിയ രീതിയിൽ സംസ്ഥാനത്ത് LDF-ന് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് അവർ കൈകൊടുക്കാതിരുന്നത്. എന്നാൽ അതിനെതിരെ UDF രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഇവർ CPM BJP തമ്മിലൊരു അന്തർധാരയുണ്ട്. അതുകൊണ്ടാണ് CPM ഈ രീതിയിൽ ഗുണ്ടായുസം കാണിക്കാൻ മാത്രമേ CPM-ന് കഴിയുകയുള്ളൂ, ഒരു രാഷ്ട്രീയമായി നേരിടാൻ കഴിയുകയില്ല എന്ന രീതിയിൽ മറുഭാഗത്ത് UDF വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ LDF ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് അവിശ്വാസത്തിന് പിന്തുണയ്ക്കുകയില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം പ്രതിഷേധവുമായി റിലേ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പ്രതിഷേധവും തുടരും. R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട എന്ന രീതിയിലാണ് ഇപ്പോൾ LDF-ന്റെ നിലപാട്. മറുഭാഗത്ത് UDF ആണെങ്കിൽ അവിശ്വാസം കൊണ്ടുവരുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കൊണ്ടുവരികയാണെങ്കിൽ 3 അംഗങ്ങളായ 34 പേരുടെ പിന്തുണ ഒപ്പിടണം. 34 പേർ. അങ്ങനെ വരുമ്പോൾ 20 പേർ മാത്രമേ UDF-ലുള്ളൂ. അപ്പം UDF-ന് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷ പിന്തുണയില്ലാതെ അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ UDF തൽക്കാലം അവിശ്വാസ പ്രമേയം 2 മണിക്ക് അവതരിപ്പിക്കാനോ അത് നോട്ടീസ് നൽകാനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് UDF. പക്ഷേ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിക്കും. സത്യാഗ്രഹത്തിന് UDF-ഉം കൂടി തുടക്കമിടുകയാണ് ഇന്ന്. അങ്ങനെ ഇന്ന് കൗൺസിൽ യോഗം 2 മണിക്ക് ആരംഭിക്കുമ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് UDF-ഉം LDF-ഉം R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരത്തിനായിരുന്നു ഇന്ന് തുടക്കമിടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് BJP-ക്ക് ഈ സത്യാഗ്രഹങ്ങളുടെ ഒരു വേദിയായി ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതേസമയം ഏത് രീതിയിൽ എന്ത് അവിശ്വാസം കൊണ്ടുവന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ്, സജ്ജമാണ് എന്ന ആത്മവിശ്വാസം വലിയ രീതിയിൽ തന്നെ BJP പ്രത്യേകിച്ച് മേയറൊക്കെ പുറത്തെടുക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഒരു പ്രായോഗികമായി ഒരു അവിശ്വാസ പ്രമേയം അത് LDF-ലും UDF-ലും കൊണ്ടുവന്നാൽ അത് എങ്ങനെ എന്നതിന് ഇപ്പോഴും വ്യക്തത കുറവുണ്ട്. കാരണം അത് നടക്കുകയില്ല. കാരണം ആവശ്യത്തിന് പിന്തുണ 2 പേർക്കും ഇല്ല എന്ന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നേരിടാൻ ഉറപ്പിച്ചു തന്നെയാണ് BJP നിൽക്കുന്നത്. എന്തായാലും അവിശ്വാസ പ്രമേയമായി കൊണ്ടുവരാനുള്ള സാധ്യതയില്ല തന്നെയാണ്. പക്ഷേ പ്രതിഷേധം വലിയ രീതിയിൽ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഘടിപ്പിക്കാനാണ്. അതേസമയം സുഗതൻ ഇന്ന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയില്ല. പങ്കെടുത്തില്ലെങ്കിലും സുഗതൻ അയോഗ്യത വരുന്നില്ല. കാരണം അടുത്ത കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ തുടർച്ചയായി 3 യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായും തന്നെ അത് അയോഗ്യതയിലേക്ക് മാറുകയും ചെയ്യുന്നു. പക്ഷെ അതിനു മുമ്പേ ഇനി അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പേ സുഗതനെ പുറത്തേക്ക് ഇറങ്ങി ജാമ്യം ലഭിച്ച് പങ്കെടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അല്ലെങ്കിൽ അത് BJP-ക്ക് വലിയ തിരിച്ചടിയായി മാറും. അതോടൊപ്പം തന്നെ സുഗതനെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. അപ്പോൾ സുഗതന്റെ ജാമ്യത്തിൽ ഇളവ് നൽകി സുഗതനെ പുറത്തിറക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് BJP-യുടെ ഭാഗത്ത് നടക്കുന്നത്. നിയമ പോരാട്ടം ശക്തമായി നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് 2 മണിക്ക് ചേരുന്ന കൗൺസിൽ യോഗത്തെ എങ്ങനെ നേരിടണമെന്നാണ് BJP എല്ലാ രീതിയിലും, അത് രാഷ്ട്രീയമായും എല്ലാ രീതിയിലും തന്നെ അത് നേരിടാൻ സജ്ജമായി BJP ഇരിക്കുകയാണ്. മറുഭാഗത്ത് UDF-ഉം LDF-ഉം കനത്ത പ്രക്ഷോഭത്തിൽ തന്നെയാകും ഇന്നു മുതൽ തുടക്കമിടുക.